ഒരു മകൾ വി എസിന്റെ പടമൊക്കെ വരച്ചിട്ട് ഇവിടെ ലാൽസലാം സഖാവെ എന്ന് പടമൊക്കെ വരച്ച് വന്നിരിക്കുകയാണ്. വി എസിനെ അത് അവസാനമായി ഒന്ന് കാണിക്കാൻ വേണ്ടി സഖാവ് വി എസ് ആ വി എസിന്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രമുണ്ട്. ലാൽസലാം സഖാവെ എന്ന് എഴുതിയിട്ടുണ്ട്. മോളെ എപ്പോഴാണ് വി എസ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോഴാണ് ഇത് വരച്ചത്? മുമ്പേ വരച്ചതാണ്. വി എസിന് അത്രയ്ക്ക് ഇഷ്ടമാണോ? മുൻ മുഖ്യമന്ത്രിയായി. ആലപ്പുഴയിലെ പുതിയ തലമുറയാണ്. ആ തലമുറയ്ക്ക് വി എസിനെ ഓർത്തുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ തന്നെ കഴിയുന്നത്. എങ്ങനെ, ആരുടെ മകളാണ്? എങ്ങനെയാ വി എസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതെ, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പ്രസ്ഥാനത്തോട് അവൾക്ക് താല്പര്യമാണ്. അവൾ ബാലസംഘത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു അവിടുത്തെ ഒരു വാർഡ് മെമ്പറാണ്, CPM-ൻ്റെ ഒരു വാർഡ് മെമ്പറാണ്. അപ്പം മോൾക്ക് വീട്ടിൽ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവൾക്ക് ഒരു പ്രചോദനമാണ്. വി എസിനെ ഒന്ന് കാണണമെന്നുള്ള, നേരിട്ട് കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നലെ തലേന്ന് രാത്രി തന്നെ ഇരുന്ന് വരച്ച് TV-യുടെ അകത്ത് നോക്കി എനിക്ക് അമ്മയെ വാർത്ത വന്നപ്പോൾ മുതൽ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ അവൾ ഇരുന്ന് പല പേജുകളിങ്ങനെ മാറി മാറി വരച്ച് ഇരുന്ന് വരച്ചതാണ്. വി എസിന്റെ മരണ വാർത്ത കേട്ടിട്ട് വി എസിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ കുഞ്ഞ് മോളുടെ പേരെന്താ? ഗൗരികൃഷ്ണ പി. മകൾ വരച്ചതാണ് ഈ ചിത്രം. അങ്ങനെ എത്രയോ കുരുന്നുകളെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഈ യാത്രയിൽ കണ്ടു. വി എസ് ഈ ആലപ്പുഴക്കാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ തലമുറകൾക്കും മുഴുവൻ ജനങ്ങൾക്കും ജനമനസ്സുകളിൽ വീണ്ടും ജീവിക്കും വി എസ്. ഇങ്ങനെ തന്നെ ഒരല്പം പോലും വാടാതെ, ഇതളുകൾ കൊഴിയാതെ ഒരു ചുവന്ന പുഷ്പമായി എല്ലാ കാലവും മനസ്സിന്റെ കോണിൽ സൂക്ഷിച്ചു വയ്ക്കപ്പെടും വി എസ് എന്ന സമരനായകൻ. ജീവിതം തന്നെ സമരമാക്കിയ നേതാവ്.